മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ നിർത്തിവെച്ച സേവനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. 116 ബെഡുകളുണ്ടായിരുന്ന ആശുപത്രിയിൽ നിലവിൽ 30 ബെഡുകളാണ് ഉള്ളത്. മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. ഇതിന് ബദൽ സംവിധാനം ഒരുക്കാനോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടി സ്വീകരിക്കാനോ നാളിതുവരെയായി ഒരു നടപടിയുമില്ല. ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ 1.5 മാസം മുൻപുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ചതോടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ആശുപത്രിക്ക് പുതിയ ബിൽഡിങ്ങിനായി 2021 കേന്ദ്ര ഫണ്ട് 9 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ബിൽഡിംഗ് പണിയാനുള്ള നടപടികളും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും ആശുപത്രി സംരക്ഷണ സമിതി പറഞ്ഞു. മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയുടെ അനാസ്ഥതയ്ക്കെതിരെ ഏകദേശം ഒരു വർഷമായി ഞങ്ങൾ അതിന്റെ പിന്നാലെ. അപ്പോ ഇന്ന് നിങ്ങൾക്കറിയാം താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ. അഡ്മിഷൻ നിർത്തിയിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞു. അതേപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ കുട്ടികൾ ICU ഇത്തരം ഒരു സംവിധാനങ്ങളൊന്നും താലൂക്ക് ആശുപത്രിയിൽ ഇല്ല. മാത്രമല്ല ഏകദേശത്തിന് മുമ്പുള്ള ഒരു ഡോക്ടർ, സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ഒരു ദിവസം പെട്ടെന്ന് ഈ ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ അൺഫിറ്റ് എഴുതിയിട്ട് ആ ഹോസ്പിറ്റല് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റൽ പിറ്റേ ദിവസം മുതൽ പൂർണ്ണമായിട്ട് ക്ലോസ് ആകുകയാണ്. ഒരു ആശുപത്രി മാറ്റി ബദൽ സംവിധാനം ഏർപ്പെടുത്തി അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യം ഒരു ദിവസം നേരം വരുന്നപ്പോ ഈ രോഗികളൊക്കെ അൺഫിറ്റിന്റെ പേരിൽ ആ ഹോസ്പിറ്റൽ അതുപോലെ അടഞ്ഞു കിടക്കുകയാണ്. ഇന്നും അതില് ഒരു പടി മുന്നോട്ട് പോയിട്ടില്ല. അതേപോലെ നിൽക്കുകയാണ്. ഒരു ടേബിളിൽ വന്ന് പേപ്പർ അടുത്ത ടേബിളിൽ എത്തിയാൽ ആ പേപ്പർ വീണ്ടും റിവേഴ്സിൽ വരികയാണ്. അപ്പോ ഇന്നിവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാല് മലപ്പുറം പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിലെ രോഗികൾ, അതേപോലെ CS സെന്ററിലെ രോഗികള്, മലപ്പുറത്തുള്ള എല്ലാ പാവപ്പെട്ട രോഗികളും ചെറിയൊരു പനി വന്നാൽ പോലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ നമ്മളെ ഈ താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം അവിടെ OP ഉണ്ടായിരുന്നത് 29,700 OP കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവിടെ ഉണ്ട്. ഇത് ഈ ഏപ്രിലല്ല, എല്ലാ മാസങ്ങളിലും ഏകദേശം 30,000 28,000 OP നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ IP അഡ്മിഷൻ വരുന്നത് 18,000 19,000 പെർ മന്തിൽ വരിക. ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടർമാർ എന്ന് പറയുന്നത് ഏറ്റവും കഴിവുള്ള ഡോക്ടർമാരാണ്. സർജൻ ആണെങ്കിലും ഓർത്തോപീഡിക് ആണെങ്കിലും പീഡിയാട്രിഷ്യൻ ആണെങ്കിലും ഗൈനിക് ആണെങ്കിലും ഒക്കെ ഏറ്റവും കഴിവുള്ള ഡോക്ടേഴ്സാണ് വരുന്നത്. ഇന്ന് നിലവിൽ അവിടെ ഉള്ള ബെഡുകൾ എന്ന് പറഞ്ഞാൽ ആകെ വരുന്ന ബെഡുകൾ ഏകദേശം 30 ബെഡ് മാത്രമാണ്. ഈ 30 ബെഡില് ഡെലിവറി, അതായത് സർജറി കേസുകൾ, അതേപോലെ എമർജൻസി കേസുകൾ, അതേപോലെ വരുന്ന എന്തെങ്കിലും മറ്റ് കേസുകൾ വന്ന കേസുകൾക്കടക്കം ആകെ വരുന്ന ബെഡുകൾ ഉള്ളത് വെറും 30 ബെഡുകളാണ്. ഈ ഹോസ്പിറ്റലിൽ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഈ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റല് അടച്ചിടുമ്പോൾ 116 ബെഡ് അവിടെ നിലവിലുണ്ടായിരുന്നു. ആ 116 ബെഡ് ഏകദേശം 150 അഡ്മിഷൻ അവിടെ പെർ ഡേ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ 150 അഡ്മിഷന് പോയിട്ട് ഇവർ 30 ബെഡിലേക്ക് മാത്രം ചുരുങ്ങി വന്നു. മാത്രമല്ല 2 മാസം, ഒരു 1.5-2 മാസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ മെയിൻ തിയേറ്റർ കത്തി നശിച്ചു. ആ കത്തി നശിച്ച തിയേറ്റർ ഇതുവരെ തുറന്നില്ല. ഏതൊരു നഗരസഭയാണെങ്കിലും നഗരസഭന്റെ HMC എന്ന് പറഞ്ഞ കമ്മിറ്റിക്കാണ് എല്ലാ താലൂക്ക് ആശുപത്രിയും ചുമതല. ആ ആശുപത്രിയുടെ ചുമതല നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത താലൂക്ക് ആശുപത്രി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാം 11 ബെഡുള്ള ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടാവും. 11 ബെഡുള്ള ഡയാലിസിസ് യൂണിറ്റ്. അതേപോലെ ഇപ്പൊ മോർച്ചറി ഉണ്ടാവും. ആ മോർച്ചറിയിൽ ഏകദേശം 5-6 ബോഡികൾ ഒരേ സമയം വെച്ച് കേൾക്കാനുള്ള ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള മോർച്ചറി ഉണ്ടാവുക. അതേപോലെ വേസ്റ്റ് മാനേജ്മെന്റ്, ഏറ്റവും നല്ല രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്. 11 കോടി രൂപ ചെലവഴിച്ച് ഇപ്പോ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ലൊരു കാഷ്വാലിറ്റി ബ്ലോക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ 130 ബെഡ് ഇപ്പോൾ ഓൾറെഡി അവിടെ നിലവിലുണ്ട്. ഇത് തൊട്ടടുത്ത നഗരസഭയിലുള്ള സൗകര്യങ്ങളാണ്. ഇനിയും അവിടെ ഒരുപാട് പ്രൊജക്ടുകൾ വന്നുകൊണ്ടിരിക്കുക. കേരളത്തില് ഏറ്റവും മോശപ്പെട്ട താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയാണ്. ഇന്ന് വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രി പോയി കഴിഞ്ഞാൽ കാണാം ഏറ്റവും അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ MLA-മാര്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജനപ്രതിനിധികളൊക്കെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ആ ആശുപത്രി വളരെ നല്ല നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നിലവിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മളെ മലപ്പുറത്തേക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. ഭാരവാഹികളായ സംജീർ വാറങ്കോട്, ഷാജി വാറങ്കോട്, ഇംതിയാസ് കൈനോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.